ഇന്ന് നമുക്ക് ചുറ്റും നമ്മൾ കാണുമ്പോൾ എന്തിൻ്റെ കുറവ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. കാരണം പ്രകൃതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ വൈജ്ഞാനികപരമായി എല്ലാ പ്രകാരത്തിലും മനുഷ്യൻ ഇന്ന് അതിൻ്റെ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ എന്നിട്ടും മനുഷ്യർ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എന്തേ? അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ് ഈ സമൂഹത്തിൽ, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരാളുടെ കാരണത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ തോറ്റതിൻ്റെ കാരണത്താലോ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചത് നേടാത്തതിൻ്റെ കാരണത്താലോ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പോയി എന്നുള്ളൊരവസ്ഥ, നമ്മുടെ ജീവിതം കൈവിട്ടു പോയി എന്നുള്ളൊരവസ്ഥ, അഥവാ ഞാൻ ഇനി ജീവിക്കാൻ യോഗ്യനല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ ഒരു പോയിന്റിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്? പലതും നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതം ലൈഫ് ഈസ് എ ചോയ്സ് ആണ്. അതുപോലെ തന്നെ ലൈഫ് ഈസ് എ ചാൻസ് ആണ്. അപ്പൊ നമുക്ക് ചോയ്സും ഉണ്ട്, ചാൻസും ഉണ്ട്. ചാൻസ് കിട്ടി അതിൽ ചോയ്സും ഉണ്ടായിരിക്കും, ചോയ്സ് കിട്ടുമ്പോൾ ചാൻസും ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ചോയ്സ് ആണെങ്കിൽ ചോയ്സിൽ ഏതാണ് നല്ലത്, എനിക്ക് യോജ്യമായത് എന്ന് തിരിച്ചറിഞ്ഞതിന് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അതുപോലെ ചാൻസസ് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടോ, ആ ലൈഫിൽ വരുന്ന ചാൻസസുകളൊക്കെ, എന്തെല്ലാം അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, പഴയ അനുഭവസ്ഥരായിരിക്കുന്ന ജനങ്ങൾ പറയാറുണ്ട്, അഥവാ അത്തരത്തിലുള്ള മുതിർന്ന വ്യക്തിത്വങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഏത് ജീവിത സാഹചര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പറയാനുള്ളത്, ബി പോസിറ്റീവ്, ബി പീസ്ഫുൾ ആൻഡ് ബി പവർഫുൾ. കേവലം പോസിറ്റീവ് ആയാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനെയും പീസ്ഫുൾ ആക്കി വെക്കാനും പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ പവർഫുൾ ആയിരിക്കണം. പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും ഒരുപോലെ കാണാൻ നമുക്ക് പറ്റുകയില്ല. ചിലത് നമ്മൾ നേരിടേണ്ടടുത്ത് നേരിടേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ അത് സ്വീകരിക്കേണ്ട അവസ്ഥയാണ് അതെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണെങ്കിൽ അതിന് ഉൾക്കൊണ്ടേ മതിയാവും. പക്ഷെ ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഒരു സമർത്ഥമായിരിക്കുന്ന, പവർഫുൾ ആയിരിക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പൊ അത് പോസിറ്റീവായി നമുക്ക് എങ്ങനെയാണ് എല്ലാത്തിനെയും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷെ സാധാരണ നമ്മൾ ചിന്തിച്ചാൽ മതി, പണ്ടുള്ള ഭക്തിയിൽ എന്ന് വെച്ചാൽ ഭക്തി സതോപ്രധാനമായ കാലഘട്ടത്തില് അന്ന് ഏതൊരു ഭക്തന്റെ മനസ്സിലും അവൻ എത്ര ദരിദ്രനാണെങ്കിലും ജീവിതത്തിൽ എത്ര പരീക്ഷണം ഉണ്ടെങ്കിലും അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കാണുമായിരുന്നു. കാലം മാറിയതിനനുസരിച്ച് ഒരുപാട് നമുക്ക് വ്യവസ്ഥകളും നമുക്ക് എല്ലാം ഉള്ളം കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ ഉണ്ടായിട്ട്, പണമുണ്ട്, വ്യക്തികളുണ്ട്, വിദ്യാബലമുണ്ട്, അല്ലെ, ബുദ്ധിയുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാവിധ വ്യവസ്ഥകളും നമുക്ക് ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ കണ്ണിലെ കണ്ണീരിന് യാതൊരു തോർച്ചയുമില്ല, മനസ്സിന്റെ പ്രയാസങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കുറവും ഇന്ന് നമുക്ക് കാണുന്നില്ല. അപ്പൊ ആ ഭക്തിയുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ മനോസ്ഥിതിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവാണ്. കാരണം ജീവിതത്തിൽ താൻ വിചാരിച്ചത് നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. അത് പൊതുവെ അങ്ങനെയാണ്. നമ്മൾ ഇച്ഛിച്ചതെന്തോ അത് നടക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ഛിച്ചതനുസരിച്ച് നടക്കാത്തപ്പോഴും ഡബിൾ സന്തുഷ്ടരായിരിക്കുന്ന ഭക്ത കാലഘട്ടം. അതേപോലെ നമ്മളുടെ മനസ്സ് സ്വീകരിക്കാൻ തയ്യാറാകണം. എന്തുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാത്തപ്പോൾ നമുക്ക് ഡബിൾ സന്തോഷം ഉണ്ടായിരിക്കേണ്ടത്? നിങ്ങൾക്ക് ചിന്ത ഉണ്ടാകാം, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാകാം, സിസ്റ്റർ എന്താ പറയുന്നത്? കാരണം രണ്ട് പ്രകാരത്തിലുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാം. ഒന്ന്, മനുഷ്യൻ തന്നെ മനസ്സിൽ അവൻ ആഗ്രഹിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കാം, അത് സന്തോഷമുള്ള കാര്യം തന്നെ. രണ്ട്, അവൻ ആഗ്രഹിച്ചാലും നടക്കാതിരിക്കുന്ന അപ്പോഴും നമുക്ക് ഡബിൾ സന്തോഷം ഉണ്ടായിരിക്കണം. കാരണം
ഒന്ന് ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നു, മറ്റൊന്ന് ഭഗവാൻ നിശ്ചയിച്ചതുപോലെ കാര്യം എൻ്റെ ലൈഫിൽ നടക്കുന്നു. അപ്പൊ അത്രയും ഈസി ആയിട്ട് നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നല്ലതിനെ മാത്രം ആക്സെപ്റ്റ് ചെയ്യല്ല, നമ്മുടെ ജീവിതത്തിൽ ഓപ്പോസിറ്റായി നടക്കുമ്പോഴും അതിനെ ഞാൻ സ്വീകരിക്കാൻ പഠിക്കുകയാണെങ്കിൽ, ആ സ്വീകരിക്കാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു കരുത്ത് നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും 365 ഡേയ്സും എൻ്റെ മനസ്സ് ശാന്തമായിരിക്കും, എൻ്റെ മനസ്സ് പവർഫുൾ ആയിരിക്കും, എൻ്റെ മനസ്സ് ഏത് സാഹചര്യത്തെയും പോസിറ്റീവായി കാണാനുള്ള കരുത്തുള്ളതായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സദാ സന്തോഷം എന്നുള്ളത്, സ്ഥായിയായ സന്തോഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ വെക്കേണ്ട കാര്യം 2 പോയിന്റ്. ഒന്ന്, എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചത് നടക്കും, അല്ലാത്ത പക്ഷം എനിക്ക് എന്താണോ നല്ലത്, എൻ്റെ ലൈഫിൽ എന്താണോ നല്ലത് നടക്കേണ്ടത്, അത് ഈശ്വരൻ ഇച്ഛിച്ചതുപോലെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാനും അതിനെ സ്വീകരിച്ച് തൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനും സാധിക്കണം. അപ്പോൾ സ്ഥായിയായ സന്തോഷം നമ്മുടെ ജീവിതത്തിലും വന്നു ചേരും.